ആണ്. ജില്ലാ പഞ്ചായത്തുകളിൽ UDFന്റെ തുടക്കത്തിലുള്ള ഈ മുന്നേറ്റം. വയനാട്ടിൽ UDF ആണ്, കാസർഗോഡ് UDF ആണ്, ഇടുക്കിയിലും എറണാകുളത്തും കോട്ടയത്തും UDF ലീഡ് ചെയ്യുന്നു. പത്തനംതിട്ട തിരിച്ചു പിടിക്കുന്നു UDF എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതേസമയം തിരുവനന്തപുരത്തും കൊല്ലത്തും LDFന്റെ മുന്നേറ്റം. കോട്ടയത്ത് ശ്രീജിത്ത് നൽകുന്ന വിവരം അനുസരിച്ച് പാലയിൽ കടുത്ത പോരാണ്. അവിടെ LDF 4 UDF 2 എന്നാണ് ചിത്രം. കഴിഞ്ഞ തവണ 6 LDF പിടിച്ചെടുത്താണ് ഇപ്പോൾ 2 UDF വന്നത്. അങ്ങനെയെങ്കിൽ അത് അട്ടിമറിയുടെ സൂചനയൊന്ന് പ്രകടമായ കാര്യം കൂടിയുണ്ട്. പാല അങ്ങനെയെങ്കിൽ ഫോട്ടോ ഫിനിഷ് സംഭവിക്കുമോ എന്നത് കൂടി പ്രധാനപ്പെട്ടതാണ്. പാലാ നഗരസഭ അങ്ങനെയുള്ള ഒരു ട്രെൻഡ് പൊതുവിൽ പ്രകടമാക്കിയാണ്. ആദ്യ 6 ഇടങ്ങളിലെ ഫലം പുറത്തു വരുമ്പോൾ 4 ഇടതുമുന്നണി, 2 UDF. പക്ഷേ അവിടെ കഴിഞ്ഞ തവണ 6 ഇടതുമുന്നണിയായിരുന്നു. അങ്ങനെയായിരുന്നു ഭരണം പിടിച്ചത്. ഇത്തവണ മാറ്റത്തിന്റെ സൂചനയാണോ? കണ്ടറിയണം. ഇതാണ് ഇപ്പോൾ അവിടെ നിന്നുള്ള ചിത്രം. കാസർഗോഡ് കാഞ്ഞങ്ങാട് നഗരസഭ ഒപ്പത്തിനൊപ്പമാണ്. കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട് നഗരസഭ ഒപ്പത്തിനൊപ്പമാണ്. നിലവിൽ LDF ഭരിക്കുന്ന നഗരസഭയിൽ UDFും LDFും ഒപ്പത്തിനൊപ്പം. ഇപ്പോൾ പക്ഷേ നീലേശ്വരം മുനിസിപ്പാലിറ്റിയിൽ LDF ആണ് മുന്നിൽ. കാസർഗോഡ് UDF ജില്ലാ പഞ്ചായത്തിൽ മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ള പ്രത്യേകതയുമുണ്ട്. സജിത്ത്, ആദ്യ സൂചനയിൽ UDF കഴിഞ്ഞ തവണത്തേക്കാൾ വളരെയധികം മെച്ചപ്പെടുന്നു എന്നുള്ളതാണല്ലോ അല്ലേ? കാസർഗോഡ് സാഹചര്യം അതാണ്. കാസർഗോഡ് കാഞ്ഞങ്ങാട് നഗരസഭ ഒപ്പത്തിനൊപ്പമാണ്. അവിടെ നിലവിൽ ഇടതുമുന്നണിയുടെ ഭരണമാണ് കാഞ്ഞങ്ങാട് നഗരസഭയിൽ. അവിടെ ഇപ്പോൾ ഒപ്പത്തിനൊപ്പം എന്നതാണ് സാഹചര്യം. അങ്ങനെയെങ്കിൽ കാസർഗോഡ് ഇടതുപക്ഷത്തിന് പൊതുവിൽ വലിയ മേധാവിത്വമുള്ള കാസർഗോഡ് ജില്ലയിൽ നഗരസഭകളിലേക്കുള്ള ഒരു UDF മേൽക്കൈയായി അത് മാറുമോ എന്നത് കൂടി പ്രകടമാണ്. എന്തായാലും അറിയാം, ജില്ലാ പഞ്ചായത്തിൽ ഇഞ്ചോടിഞ്ചാണ് കാസർഗോഡ് പലപ്പോഴും. അത് ഇത്തവണ ചിത്രം മാറുമോ എന്നത് ജില്ലാ പഞ്ചായത്തുകളുടെ കണക്കിൽ പ്രകടമാണ്. കൊല്ലത്ത് നഗരസഭകളിൽ 4 LDFന്റെ മുന്നേറ്റമാണ്. കൊല്ലത്ത് പരവൂരിൽ LDFന്റെ മുന്നേറ്റം, കൊട്ടാരക്കരയിൽ LDFന്റെ മുന്നേറ്റം, പുനലൂരിലും മുന്നേറ്റം, കരുനാഗപ്പള്ളിയിലും 4 LDFന്റെ മുന്നേറ്റമാണ്. പരവൂരിൽ ആദ്യ 4 സീറ്റുകളും 4 ഡിവിഷനുകളും LDF ജയിച്ചു എന്നുള്ളതാണ്. അങ്ങനെ പരവൂരിലും കൊട്ടാരക്കരയിലും പുനലൂരിലും കരുനാഗപ്പള്ളിയിലും മുന്നേറ്റം LDFനാണ്. തിരുവനന്തപുരത്തും നഗരസഭകളിൽ 4 LDFന്റെ മുന്നേറ്റമാണ്. നെടുമങ്ങാടും ആറ്റിങ്ങലിലും വർക്കലയിലും നെയ്യാറ്റിൻകരയിലും LDF ആണ് മുന്നിട്ട് നിൽക്കുന്നത്. അങ്ങനെ തിരുവനന്തപുരത്തും കൊല്ലത്തുമായി 8 മുനിസിപ്പാലിറ്റികളിൽ 8ലും ലീഡ് ചെയ്യുന്നത് LDF ആണ്. പക്ഷേ മധ്യ കേരളത്തിൽ സ്ഥിതി വ്യത്യസ്തമാണ്. അങ്ങനെയാണ് 36 എന്ന മുനിസിപ്പാലിറ്റികളുടെ കണക്ക്. അതിൽ മലപ്പുറത്തെ 12ൽ 11 നഗരസഭകളിലും ലീഡ് ചെയ്യുന്നത് UDF ആണ്. അതാണ് ചിത്രം പുറത്തു വരുന്നത്. ഒപ്പം പാലക്കാട് നഗരസഭയുടെ ചില വിവരങ്ങൾ കൂടിയുണ്ട്. അവിടെ BJP 3 LDF 2 UDF 1 ADS 1 എന്ന കണക്കാണ് വരുന്നത്. അവിടെ BJP പാലക്കാട് നിലനിർത്തും എന്ന സൂചനകൾ ആദ്യഘട്ടത്തിൽ തന്നെ പ്രകടമാണ് എന്നതാണ് സാഹചര്യം. ഒപ്പം തിരുവനന്തപുരത്തിൻ്റെ ലീഡ് നിലയിലേക്ക് കൂടി, കോർപ്പറേഷൻ്റെ ലീഡ് നിലയിലേക്ക് കൂടി നമുക്ക് പോകാം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ NDA തിരികെ ലീഡ് പിടിച്ചു എന്ന സൂചന കൂടി പുറത്തു വരുന്നുണ്ട്. നമുക്ക് വ്യക്തമായ ചിത്രത്തിലേക്ക് പോകാം. കോർപ്പറേഷനുകളുടെ സാഹചര്യം ഇങ്ങനെ